പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്വന്തമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഏതായാലും ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ്, നിങ്ങളറിയാതെ ആ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ആ വ്യക്തി അതിനുവേണ്ടി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിക്ക് മുമ്പിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന്. നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, സ്വീകരിക്കുമോ എന്നുള്ള സംശയങ്ങളുണ്ടാകാം. ഇനി ചില ആളുകൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തെ രണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ജീവിതത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചേക്കാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാം. നിങ്ങളെ ഒരുമിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത ആളുകളുണ്ടാകാം. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടതോ നിങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ആളുകളെ സ്വാധീനിച്ച് നിങ്ങളെ ഒരിക്കലും ഒരുമിച്ച് കൂട്ടാതിരിക്കാനുള്ള തന്ത്രങ്ങളും മെനയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. ഏതായാലും വളരെ പോസിറ്റീവായിട്ട് ഒരു കാര്യം കൃത്യമായി പറയാം. നിങ്ങൾ സ്വന്തമാക്കാൻ ആ വ്യക്തി നിങ്ങളറിയാതെ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കതിൻ്റെ സൂചനകൾ ലഭിച്ചേക്കാം, നിങ്ങൾക്കതിൻ്റെ അറിവ് ലഭിച്ചേക്കാം. നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ സ്വന്തമാക്കുന്നതിലേക്ക് വരുന്നുണ്ട്. ആ വ്യക്തി രഹസ്യമായി തൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ കാണാൻ, നിങ്ങളെ സ്വന്തമാക്കാൻ, നിങ്ങളെ ലഭിക്കുവാനായിട്ട് ആ വ്യക്തി തൻ്റെ ശക്തിയോട് കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ. പല കാരണം കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഉള്ള സ്നേഹം പുറമേ കാണിക്കാതെയെങ്കിലും ഉണ്ടാകാം. ആ വിഷമം, ആ ദുഃഖം ആ വ്യക്തിയിലുണ്ട്. ആ വ്യക്തി അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് അത് മനോവിഷമമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത കാർഡ് വരുന്നത് ടെമ്പറൻസ് ആണ്. ബാലൻസ് ചെയ്യുക, ജീവിതത്തെ ബാലൻസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. കാരണം ആ വ്യക്തിക്ക് ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ വേണം. ആ വ്യക്തി നിങ്ങളുമായൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നു, സമാധാന ജീവിതം ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ പരിപാലിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നീ കാര്യങ്ങൾ വരികയാണ്. പോസിറ്റീവ് എനർജിയോടെ ആ വ്യക്തി ജീവിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നു. ഒരു പോസിറ്റീവ് തരംഗം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരു കുടുംബം എന്നുള്ളത്, സ്നേഹം, സമാധാനം, അത് അത്തരമൊരു ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു പോകുന്നു. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളുമായൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നു, നിങ്ങളുമായി സമാധാനപരമായൊരു ജീവിതം ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. സമാധാനം, നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാൻ, നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ആളായി മാറാനായിട്ട്, ഏറ്റവും വിലപ്പെട്ട ആളായിട്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളായിട്ട് ആ വ്യക്തിക്ക് മാറാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എംപറർ, ചക്രവർത്തി, അധികാരങ്ങൾ, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, സമൂഹത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനും, നിങ്ങളുടെ കൈയും പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലൂടെ തലയുയർത്തി പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ശക്തി കൊണ്ട് പെരുമാറാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പവർഫുൾ ആകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങൾ ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുക, നിങ്ങളുടെ കൈ പിടിച്ചു പോവുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ആ വ്യക്തി പോവുകയാണ്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ഒരു പോസിറ്റീവ്, ആ വ്യക്തി ഒരു മെയിൽ റിലേറ്റീവായിട്ട് മാറുക, ഒരു മെയിൽ റിലേറ്റീവായിട്ട് മാറാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടേതാകാം, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു മെയിൽ റിലേറ്റീവ് നിങ്ങളുടെ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു മെയിൽ റിലേറ്റീവ് ആകാം. അവിടെ നിങ്ങൾക്ക് ഏറ്റവും സഹായം ചെയ്യുന്ന ഒരു പുരുഷൻ്റെ ഒരു ഇതവിടെ കാണുന്നുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്. ഏറ്റവും ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം കടന്നു വരുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു. ആ വ്യക്തിക്കൊപ്പം നിന്ന് ആ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ലക്ഷ്യം നേടുവാനായിട്ട്
ഒരുപക്ഷെ ആ വ്യക്തിയുടെ ലക്ഷ്യമാണ് അവിടെ പറയുന്നത്. നിങ്ങളെ കിട്ടുക, നിങ്ങളെ ലഭിക്കുക, നിങ്ങളോടൊത്ത് ജീവിക്കുക എന്നുള്ള ആ വ്യക്തിയുടെ ലക്ഷ്യമാകാം. നിങ്ങളോടൊത്തുള്ള സീരിയസ് ആയിട്ടുള്ളൊരു കുടുംബജീവിതം, കുട്ടികളുണ്ടാകുക, വിവാഹം ഉറപ്പിക്കുക, കല്യാണം നടക്കുക, കുഞ്ഞുങ്ങൾ ജനിച്ച് സന്തോഷം ഉണ്ടാകുക, അവരുടെ കാര്യങ്ങൾ, അങ്ങനെ കുടുംബജീവിതത്തിലെ ഓരോ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സൗഭാഗ്യത്തിലേക്ക് പോവുക. വെറുതെ പ്രണയിക്കാനല്ല, വെറുതെ ആഗ്രഹിക്കാനല്ല, കുടുംബജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളോടൊത്ത് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അല്ലാതെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല. കുടുംബജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ പോസിറ്റീവായിട്ട് പോകുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി അതിൽ വളരെയധികം സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയുടെ ഈഗോയുടെ തടവറയിൽ നിന്നും വിജയിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി കുറേ ഈഗോയുടെ ചിന്തകളിലായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സാമീപ്യവും ആ അത്തരം ഈഗോ ചിന്തകളിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷപ്പെടാനായിട്ട് കാരണമായി. നിങ്ങൾ ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി നൽകി, നിങ്ങൾ ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നൽകി. ഈഗോയുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ വ്യക്തിക്ക് നിങ്ങൾ വേണം. നിങ്ങളില്ലാത്ത ലോകത്ത് ആ വ്യക്തിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല. കാരണം നിങ്ങൾ നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി. ആ പോസിറ്റീവ് എനർജിയിലൂടെ ജീവിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളുള്ളപ്പോൾ അത്തരം മോശമായ ചിന്തകളൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ചങ്ങലക്കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹം മതിയായി ഓളം നുകരാനും നിങ്ങളെ സ്നേഹിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത കാർഡാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നഷ്ടങ്ങൾ വഹിക്കാൻ ആ വ്യക്തി തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി നേട്ടം ഇല്ലാതാക്കാൻ ആ വ്യക്തി തയ്യാറാണ്. കാരണം നിങ്ങളാണ് വലുത്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരിലാളനവും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നല്ല ആ സ്വഭാവവും നിങ്ങളുടെ സാമീപ്യവും സാന്നിധ്യവും നിങ്ങൾ ലഭിക്കാൻ വേണ്ടി കിരീടമോ ചെങ്കോലുകളോ അധികാരങ്ങളോ കരിയറോ എല്ലാം ത്യജിക്കാൻ ആ വ്യക്തി തയ്യാറാണ്. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെക്കാൾ വലുതായിട്ട് ആ വ്യക്തിക്ക് ഒന്നുമില്ല. നിങ്ങളെ തന്നെയാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അവസാനത്തെ കാർഡ് ഹിഡൻ ഡെപ്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ആ വ്യക്തിക്ക് തന്നെ അറിയില്ല. പല കാലഘട്ടത്തിൽ നിങ്ങൾ പിരിഞ്ഞിരിക്കുമ്പോഴാണ് ആ വ്യക്തി അറിയുന്നത്, ഞാൻ എൻ്റെ വ്യക്തി ഇത്രത്തോളം സ്നേഹിച്ചുവെന്ന്. അങ്ങനെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ, സ്നേഹത്തിൻ്റെ ആഴം അറിയാൻ കഴിയാതെ പോസിറ്റീവ് എനർജിയോടെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ജീവിതത്തെ പോസിറ്റീവ് എനർജിയോടെ കാണുന്ന, നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെയും ഒക്കെ വലിയ ആഴത്തിൽ സ്നേഹിക്കുന്ന, നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന, നിങ്ങളെ എങ്ങനെയെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു വ്യക്തി. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആകാം, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ അതൊന്നും നിങ്ങൾ അറിയാതെ ആകാം. എങ്ങനെയായാലും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ മാത്രം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.